കൊല്ലപ്പെട്ട കൗമാരക്കാരുടെ മുഖങ്ങളും പുത്രദുഃഖത്താൽ വെന്ത് ജീവിക്കുന്ന അവരുടെ രക്ഷിതാക്കളുടെ മുഖങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നീക്കാം. സ്വന്തം വീട്ടുമുറ്റത്ത് വെടിയേറ്റ് മരിച്ച കുട്ടികളുടെ രക്തം കഴുകിക്കളയുന്ന അമ്മയുടെ വീഡിയോ സെൻസർ ചെയ്യാം. പക്ഷേ കശ്മീരികൾ എല്ലാ ദിവസവും എഡിറ്റ് ചെയ്യപ്പെടാത്ത കശ്മീർ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കശ്മീരി എഴുത്തുകാരനായ ബഷാരത്ത് പീർ ഇങ്ങനെയാണ് കുറിച്ചു വയ്ക്കുന്നത്. 5 വർഷം മുൻപ് ഇതേ ഓഗസ്റ്റിലാണ് ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത്. 5 വർഷത്തിനിപ്പുറമാകുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ 2 യൂണിയൻ ടെറിട്ടറിയായി തരം താഴ്ത്തുന്നത് കശ്മീരിനെയാണ്. ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം 18 മാസം നീണ്ടുനിന്ന ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ ഏർപ്പെടുത്തുന്നത് കശ്മീരിലാണ്. ലോകത്തെ ഏറ്റവും സൈനികവത്കരിക്കപ്പെട്ട ഇടവും കശ്മീർ തന്നെയാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് നരേന്ദ്രമോദി സർക്കാർ കശ്മീരിൻ്റെ ഭരണഘടന നൽകിയ പ്രത്യേക പദവി റദ്ദ് ചെയ്യുന്നത്. കശ്മീരിനെ ഇന്ത്യയുമായി കൂടുതൽ ഏകീകരിക്കുക എന്ന കാരണമാണ് അന്ന് ഈ നടപടിയുടെ ന്യായീകരണമായി അവർ പറഞ്ഞിരുന്നത്. കശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു മാറ്റുമ്പോൾ അവിടെ ജനകീയ തെരഞ്ഞെടുപ്പ് വഴി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഇല്ലായിരുന്നു എന്ന് ഓർക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിനെ പുറത്താക്കി കേന്ദ്രഭരണം നടത്തുന്ന കാലത്താണ് ഇവയൊക്കെ നടക്കുന്നത്. അതായത് ഏകപക്ഷീയവും സ്വേച്ഛാധിപത്യപരവുമായ നടപടി. ആർട്ടിക്കിൾ 370 ഒരു മറയോ വിടവോ ഒന്നുമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അത് ഭരണഘടന കശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ നൽകിയ നിർണായകമായൊരു വാഗ്ദാനമായിരുന്നു. ഈ വാഗ്ദാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ജമ്മു കശ്മീർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലെങ്കിൽ ജമ്മു കശ്മീർ നിയമസഭയുടെ അനുമതി വേണമെന്നും ഉടമ്പടി ചെയ്തു. ഇതൊക്കെ ലംഘിച്ചാണ് അനുച്ഛേദം 370 എടുത്തു കളയുന്നതും കശ്മീരിനെ 2ആയി വെട്ടിമുറിക്കുന്നതും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് മൂലം കശ്മീരിലെ ജനങ്ങളുടെ ഇതരത്വവും വിടവും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിന് സർക്കാർ നടത്തുന്ന പ്രസംഗങ്ങളോ പ്രൊപ്പഗാണ്ടകളോ ഒന്നും തികയാതെ വരും. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം കശ്മീർ ഭീകരമായ നിശബ്ദതയിലേക്ക് പോയി. വലിയ മുന്നേറ്റങ്ങളോ വിയോജിപ്പുകളോ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വിധം കശ്മീരി നേതാക്കളെയൊക്കെയും വീട്ടുതടങ്കലിലാക്കി. ജയിലുകൾക്ക് പകരം വീടുകൾ ജയിലുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. മാധ്യമപ്രവർത്തകരെ പബ്ലിക് സേഫ്റ്റി ആക്ടിൻ്റെ പരിധിയിൽ കൂട്ടായി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 2010 കശ്മീരിന് വേണ്ടി സംസാരിച്ചതിനാണ് വിഖ്യാതയായ എഴുത്തുകാരി അരുന്ധതി റോയെയും പ്രൊഫസർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനെയും ഈ 2024 UAPAയിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതെന്ന് ഓർക്കണം. 2019 ശേഷം ജമ്മു കശ്മീർ ഹൈക്കോർട്ട് ബാർ അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും സസ്പെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അറസ്റ്റുകൾ, ഡിറ്റൻഷനുകൾ, ചോദ്യം ചെയ്യലുകൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള വെരിഫിക്കേഷനുകൾ, ജോബ് ടെർമിനേഷനുകൾ, വസ്തുവകകളും സ്വത്തുക്കളും ജപ്തി ചെയ്യുക എന്നിങ്ങനെയുള്ള എല്ലാം കശ്മീരിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ വിയോജിപ്പിനെ റദ്ദാക്കുന്നത്. സുരക്ഷയും ഇൻ്റലിജൻസ് ഏകോപനവും ഒക്കെ മികച്ചതാണ് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ 33 ഭീകരാക്രമണങ്ങളിലായി 49 സൈനികരെ 2021 മുതൽ നഷ്ടപ്പെട്ട കണക്ക് നമുക്ക് മുൻപിലുണ്ട്. അതൊരു അനുപാതത്തിനും നിരക്കാത്ത കണക്കാണ്. 2014 കണ്ട അവസാനത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെയൊന്ന് കശ്മീരിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ഏറ്റവും താഴേക്കിടയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2018 ശേഷം നടപ്പിലാക്കിയിട്ടില്ല. എന്തുതരം ജനാധിപത്യ ബോധ്യമാണിത്? മനുഷ്യാവകാശ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും നേരെയുള്ള 60 കേസുകൾ 2019 ശേഷമുള്ള ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 18 മാസം നീണ്ട ബൃഹത്തായ ഇന്റർനെറ്റ് വിച്ഛേദത്തിന് ശേഷം പിന്നെയും ഒരു മുൻകൂർ നോട്ടീസുകളുമില്ലാതെ ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 2022 കശ്മീർ പ്രസ് ക്ലബ്ബ് ഇന്ത്യൻ സർക്കാർ അടച്ചുപൂട്ടുകയുണ്ടായി. 2021 പ്രൊമനൻ്റായ കശ്മീരി ആക്ടിവിസ്റ്റ് ഖുറം പർവേസിനെ അറസ്റ്റ് ചെയ്തു. ഫഹദ് ഷാ, ആസിഫ് സുൽത്താൻ, സജാദ് ഗുൽ എന്നിങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ UAPAയിൽ ഉൾപ്പെടെ തുടർച്ചയായ അറസ്റ്റിനും പീഡനത്തിനുമാണ് വിധേയരാക്കിയത്. അറസ്റ്റിൽ കോടതി ജാമ്യം നൽകുമ്പോൾ വീണ്ടും മറ്റൊരു കേസിൽ അറസ്റ്റ്. ഒരുതരം വേട്ടയാടൽ പോലെ. ജമ്മു കശ്മീർ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അവൈലബിളായ 1346 കേസുകൾ ആംനസ്റ്റി ഇന്റർനാഷണൽ റിവ്യൂ ചെയ്യുകയുണ്ടായി. ആംനസ്റ്റി പറയുന്നത് ഹേബിയസ് കോർപ്പസ് പെറ്റീഷനുകളിൽ 32% വർധനമുണ്ടായി എന്നാണ്. ഹേബിയസ് കോർപ്പസിൽ വർധനമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിയമവിരുദ്ധമായ തടവുകളിൽ ഉൾപ്പെടെയുള്ള വർധനമുണ്ടായി എന്നാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം UAPA കേസുകളിൽ 2019 ശേഷം നിലനിൽക്കുന്നതിനും അധികം 12% വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. കശ്മീരിൻ്റെ വിധി അതീവ സാവധാനവും കൃത്യമായ ആസൂത്രണത്തിലും സംഭവിച്ചതാണ്. അത് സ്വാതന്ത്ര്യാനന്തരം മുതൽ തുടങ്ങി മോദിയുടെ ഇന്ത്യയിൽ കലുഷിതമായ ചരിത്രം കൂടിയാണ്. ജാലിയൻ വാലാബാഗിന് തുല്യമായ കൂട്ടക്കൊലകൾ കശ്മീരിൽ നടന്നിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇന്ത്യൻ ആർമി വീടുകൾ റെയ്ഡ് ചെയ്തപ്പോൾ കശ്മീരി സ്ത്രീകളെ കൂട്ടായി റേപ്പ് ചെയ്ത വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുനാൻ, പോഷ്വാര, കുപ്വാര ജില്ലകളിൽ നടന്ന റെയ്ഡുകളിൽ ഇന്ത്യൻ പട്ടാളം 30 സ്ത്രീകളെ റേപ്പ് ചെയ്ത റിപ്പോർട്ടുകളുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2019 പ്രത്യേക പദവി റദ്ദ് ചെയ്തത് മാത്രമല്ല കശ്മീരിൻ്റെ ദാരുണാവസ്ഥ.
അത് അരനൂറ്റാണ്ടിനും മുക്കാൽ നൂറ്റാണ്ടിനും ഇടയിലുള്ള കൂട്ടായ റദ്ദാക്കലുകളാണ്. മനുഷ്യരുടെ ഇല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ, ജനതയുടെ, കശ്മീരിയത്തിൻ്റെ.